രാജ്യത്ത് പെട്രോൾ വില വർദ്ധിപ്പിച്ചു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് വർദ്ധിപ്പിക്കുമെന്ന്. ഏതായാലും പക്ഷേ ഇത് ലോകക്രമത്തിനെ നോക്കുമ്പോഴത്തേക്കും മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ്. 3 രൂപയൊക്കെയാണ് കൂട്ടിയിട്ടുള്ളതെന്നാണ്. ലോക രാജ്യങ്ങളിൽ പെട്രോൾ വില കത്തുകയും പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴും രാജ്യം ഇന്ത്യ ആ ഒരു പ്രതിസന്ധിയിലല്ല ഉള്ളത് എന്നല്ലേ വാസ്തവം? ഇപ്പം നമുക്ക് ഇന്ത്യയിൽ പ്രതിസന്ധി എന്നുള്ള സംഗതി ഇപ്പം നിലവിലില്ല. കാര്യം അത് ഇപ്പം ഒരു സാധാരണ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെയൊക്കെ ഈ എറണാകുളത്തൊക്കെ ആണെങ്കിൽ 105 40 പൈസ അങ്ങനെ ഇത് വന്ന് അവിടെ ഉറച്ച് നിൽക്കുകയായിരുന്നു. അതെ. അവിടെ നിന്നിട്ട് നാൾ കുറേയായി. 4 വർഷത്തെ മേലെ. അതിന് മുമ്പായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തോത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു വിലവർധനയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിശേഷിച്ചും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പം ബംഗ്ലാദേശിൽ അവിടെ ക്ഷാമമുണ്ടായി. അവസാനം ഇന്ത്യ തന്നെ സഹായിക്കേണ്ടിയും വന്നു ബംഗ്ലാദേശിന് ഈ ഡീസലും മറ്റുമൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു അവിടെയാണ് പാകിസ്ഥാനൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിലൊക്കെയാണ് ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്ന അവസ്ഥയുള്ളത്. പാകിസ്ഥാനിൽ ഏതാണ്ട് 500 രൂപയ്ക്ക് അടുക്കുന്നു. 489 രൂപ 1 ലിറ്റർ പെട്രോൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു കാറൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാറുകൾക്ക് ഈ ട്രാഫിക് ബ്ലോക്കിനിടയ്ക്ക് 10 കിലോമീറ്റർ അല്ലെ 12ഒക്കെയാണ് നഗരപ്രദേശങ്ങളിൽ കിട്ടുക. ഇപ്പോൾ 10-12 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് 489 അല്ലെ 500 രൂപയ്ക്ക് അടുത്ത് ചിലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ എക്കോണമി എവിടെ നിൽക്കുന്നത് ആലോചിച്ച് നോക്കുക. പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശിലും വ്യത്യസ്തമല്ല. ബംഗ്ലാദേശിൽ ക്ഷാമവും കൂടെ വന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇനി വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ പെട്രോൾ ഉൽപ്പന്നം ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ലൈഫ് എടുത്തു നോക്കുക. ആരെങ്കിലും ടാക്സി കയറൂ? ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് 500 രൂപയ്ക്ക് അടുത്ത് പെട്രോളിൽ വില കൊടുക്കേണ്ടി വരുന്ന ഒരു രാജ്യത്ത് ടാക്സിക്കാർക്ക് ഓടിക്കാൻ പറ്റുമോ? അവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്ക് ഓടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ആ താഴേക്കടയിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഇത് എത്രമാത്രം ആഘാതത്തിലേക്ക് ആക്കി എന്നുള്ളത് നമുക്ക് ഈ ഒരു വിലയിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നമ്മളൊരു ജനത എന്ന നിലയിൽ പാകിസ്ഥാൻകാരുടെ അടുത്ത് നമുക്ക് സങ്കടം തോന്നുകയാണ്. അവിടുത്തെ ഭരണാധികാരികൾ ഈ പറഞ്ഞാൽ അവർക്കൊന്നും പ്രശ്നമില്ല. അവർ ഇതിനകത്ത് നിന്ന് ഈ സമയത്ത് അവരിങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പം യുദ്ധമാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇറാനിലെ സകല ഫൈറ്റർ പ്ലെയിൻസും മറ്റുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. അവരുടെ ഭരണാധികാരികൾക്കോ അസിം മുനീറിനോ യാതൊരു ക്ഷാമവുമില്ല. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ദുരിതത്തിലുള്ള ഒരു ജനവിഭാഗമായിട്ട് പാകിസ്ഥാൻകാർ മാറുന്നു. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് കരുതൽ ശേഖരം 60 ദിവസത്തേക്കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഈ മന്ത്രിമാരും അതേപോലെ തന്നെ ഓയിൽ കമ്പനികളൊക്കെ പറയുന്നത്. അത് നമുക്കൊരു പരിധിവരെ വിശ്വസിക്കാം എന്നുള്ളൊരു നിലയുമാണ്. കാരണം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ചില നടപടികളുണ്ട്. കോവിഡ് കാലത്തെ കണക്കുള്ള പിന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതൊക്കെ ആവശ്യമാണ്. കാരണം ലോകം മുഴുവൻ ബാധിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഇതുവരെ ബാധിക്കാതിരുന്നത് ഇന്ത്യയിൽ തന്നെയായിരുന്നു തോന്നുന്നു. കാര്യം അമേരിക്കയിലൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരുടെ 48% ഈ ഗ്യാസ് ലൈൻ വില വർദ്ധിക്കുകയുണ്ടായി. അതേപോലെ എല്ലാ രാജ്യങ്ങളും റഷ്യ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ചൈനയിൽ വൻ വർധനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഇലക്ഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ഇത് ഈ ഭാഗത്തേക്ക് തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും വന്നിരിക്കുന്ന ഈ വർധന അത് ഞാൻ കരുതിയിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കുന്നു. ഒരു 10 രൂപയെങ്കിലും പെട്രോളിന് മേൽ കയറാനുള്ള സകല സാധ്യതയും നമ്മളൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അല്ല ഈ വ്യവസ്ഥ ഈ സംവിധാനം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ അത്രയും വന്നിട്ടില്ല. ഒരു 5 രൂപ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് പെട്രോളിനൊക്കെ 5 രൂപയുടെ ഒരു വർധനയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസിന് എത്രയാണ് കൂട്ടിയിരിക്കുന്നത്? കുക്കിംഗ് ഗ്യാസിന് വാണിജ്യ സിലിണ്ടറിനെ കൂട്ടിയിട്ടുള്ളൂ, മറ്റേതിന് കൂട്ടിയതായിട്ട് അറിവില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ പ്രതിസന്ധി ഇല്ലയെന്ന് മാത്രമല്ല, നമുക്ക് യുദ്ധത്തിൻ്റെ ആഘാതം ഇന്ധനത്തിലൂടെ ഇതുവരെ പ്രകടമായിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം 2000 രൂപയിൽ കൂടുതൽ ഒരു നമ്പർ ഉള്ള അല്ലേ 2000 രൂപയല്ലേ പെട്രോൾ കൊടുക്കേണ്ട അല്ല ഇന്ധനം കൊടുക്കേണ്ട എന്നുള്ളൊരു ചെറിയൊരു റേഷനിങ്ങും സമാന്തരമായിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു ദിവസം 2000-അപ്പുറം ആവശ്യം വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും ലോങ് ട്രിപ്പൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം 2000 പിന്നെ ഇൻറ്റർസ്റ്റേറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ 2000 രൂപയ്ക്ക് ഇപ്പോൾ എത്ര ലിറ്റർ പെട്രോൾ കിട്ടാൻ? 20 ലിറ്റർ 20 ലിറ്റർ പോലും കിട്ടത്തില്ല.
അല്ലേ? പക്ഷേ അടുത്ത പമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വീണ്ടും അടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഒരു ദിവസത്തേക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് സംശയം. അതെ. എന്തായാലും ഒരു ചെറിയൊരു നിയന്ത്രണം ഇവിടെയും വരുന്നുണ്ട്. അത് ആവശ്യമാണ്. അത് നമുക്കൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെ ഈ UAE ഒപ്പക്കിൽ നിന്നും പിന്നെ പുറത്ത് വന്നത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് യഥേഷ്ടം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. UAEയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 5 മില്യൺ ബാരലുകൾ പിന്നെ നിർമ്മിക്കാനുള്ള ഉദ്ദേശമാണ് UAEയുടെ ഉള്ളത്. പിന്നെ UAE ആയിട്ട് നമ്മൾ നല്ല ഒരു സൗഹാർദ്ദത്തിലും ഇടപഴകലിലും ഒക്കെയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ദുബായിൽ UAEയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ UAEയിൽ അവിടെ ഭരണതലത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് UAEയിലേക്ക് പോകുന്നത്. ഈ മറ്റ് സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ UAEയുമായിട്ടുള്ള ആ ഒരു ഇടപാട് വളരെ ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഈ യുദ്ധത്തിനെ തുടർന്ന് വന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് UAE ഒപ്പക്കിൽ നിന്ന് പുറത്ത് വന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേങ്കിൽ നമ്മളുടെയും കൂടെ കൈകളൊക്കെ അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് പുതിയ ഭൗമരാഷ്ട്രീയത്തിലൊക്കെ. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വഴി നമ്മളെ ഇതിലേക്ക് വരുന്നില്ല. ഇന്നലെ ഇന്നുമായിട്ട് നമ്മുടെ ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അർക്ചി ഇപ്പം ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഈ ബ്രിക്സ് മീറ്റിങ്ങിന് വന്നതാണ്. അപ്പം അരാക്ചിയും ഈ പറഞ്ഞതുപോലെ ജയശങ്കറുമായിട്ട് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയായിട്ടും കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു സാധനം. എന്തായാലും ഈ വിഷയം, ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഇത് കൊണ്ടുവരുന്ന വിഷയം ഈ ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് വന്ന വേളയിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വലിയ പ്രതിസന്ധിയില്ലാതെ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇപ്പം കേരളത്തിലുള്ള തന്നെ ഹോട്ടലുകളിൽ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹോട്ടലുകളിലും ഊണില്ല എന്നുള്ളതാണ്. ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയൊരു വിഷയമായി വന്നിരിക്കുകയാണ്. കാരണം ബിരിയാണിയും ഈ പറഞ്ഞതുപോലെ പലയിട സ്ഥലങ്ങളിലും നോൺ വെജ് ബിരിയാണിയാണുള്ളത്. ചിക്കൻ മട്ടൺ അടങ്ങിയിട്ടുള്ള സംഗതികളാണ്. വെജ് ബിരിയാണി പലയിടത്തും കിട്ടുന്നതുമില്ല. അതുകാരണം ഈ വെജിറ്റേറിയൻസിന് വലിയ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലും ഈ വെജിറ്റേറിയൻസ് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ബിരിയാണിക്ക് പുറമേ ചപ്പാത്തിയും മറ്റ് സംഗതികളൊക്കെ ഉള്ളത്. വളരെ അപൂർവം ഹോട്ടലുകളിൽ, ഇപ്പോൾ കൊച്ചിനാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപൂർവ ഹോട്ടലുകളിലെ ഊണ് ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഊണ് ലഭ്യമായിട്ടുള്ള ഹോട്ടലുകളിൽ ഈ മറ്റേ സൈഡ് കറികൾ ഒക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ കൂടുതലും വീട്ടിലെ അടുക്കളയെ ആശ്രയിച്ച് തുടങ്ങിയ നല്ല കാര്യം കൂടെയാണ്. കാര്യം അത്രയും തന്നെ ഈ സത്യം പറഞ്ഞാൽ ആരോഗ്യ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആശുപത്രികൾക്കൊക്കെ വലിയ നഷ്ടമാണ് ഈ വീടുകളിലേക്ക് ഭക്ഷണം പോയി കഴിഞ്ഞാൽ. കാരണം ഈ പുറത്തുള്ള ഹോട്ടലിലുള്ള ഭക്ഷണം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ആരോഗ്യ മേഖലയല്ല, ഈ ചികിത്സാ മേഖലയ്ക്ക്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ചികിത്സാ മേഖല എന്ന് പറഞ്ഞ് ശീലിക്കണം. എങ്കിലേ നമുക്ക് ആശുപത്രിയുടെ വരത്തുള്ളൂ. ആശുപത്രിയിൽ നല്ല ആരോഗ്യം കിട്ടുന്നു അല്ലേ? അപ്പോൾ ഈ ആശുപത്രികൾക്കൊരു നല്ല കോൺട്രിബ്യൂഷനാണ് ഈ പുറത്തുള്ള ഹോട്ടൽ തീറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ മലയാളികളുടെ അല്ല, നമ്മുടെ പൊതുവെ എല്ലാവരുടെയും തന്നെ ഈ വയറിൻ്റെ രോഗങ്ങളിൽ നല്ല ചെറിയൊരു ഗണ്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ പാചകം ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മളെന്തെങ്കിലും നിസ്സാരമായിട്ട് കാണുന്നെങ്കിലും ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ തട്ടുകടകൾ പലതും ഇല്ലാണ്ടായി. ഈ തട്ടുകടകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാവരും ഒരു പഴയ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ജീവിത രീതിയാണ് പാലിച്ചു പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ഭയങ്കര വ്യഗ്രതയുണ്ട്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതം കാണണം. അവർ ജീവിതത്തിൽ എങ്ങനെ എന്താ പറയുക, ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയ പണി രാത്രി വരെ തുടരുകയാണ് ചെയ്യുന്നത്. പല പണികളാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അറിയാം. കാരണം അതെല്ലാം അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഞാണിന്മേൽ കളിയിലൂടെയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ തട്ടുകിടക്കാരൊക്കെ. ഇവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനൊരു പണി പോയി കഴിഞ്ഞാൽ പൊതുവേ ഈ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഈ മാന്ദ്യം കാരണം വേറെ തൊഴിലും കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അത് തട്ടുകടകൾ പലതും തന്നെ അപ്രത്യക്ഷമായി.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഇപ്പോൾ യുദ്ധത്തിൻ്റെതായിട്ടുള്ള രീതി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി എന്ന നിലയിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അത് പക്ഷേ നമുക്ക് വളരെ മനോഹരമായിട്ട് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നല്ല നമുക്കത് അഭിമാനിക്കാൻ പറ്റിയൊരു സാധനമാണ്. കാര്യം ഇത്രയും വലിയ ക്രൈസിസ് ഉണ്ടായിട്ട് അതെ. നമുക്കത് നമുക്ക് ചെറിയ ശതമാനമാണ് കൂടിയിരിക്കുന്നത്. ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ റിസ്കിലായി എന്നുള്ളതാണ് വേറൊരു ഫാക്റ്റ്. ഉം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോവിഡിൻ്റെ കണക്കുള്ള ചെറിയ നിയന്ത്രണങ്ങൾ വേണം. റെസ്ട്രിക്ഷൻസ്. അത് ഇവിടെ വേണ്ടി ഒരു സാധനം. കാര്യം ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആരെയും പഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഗവൺമെൻറ് നമുക്ക് കുറ്റം പറയാം. പക്ഷേ ഈ ലഭ്യത അനിവാര്യമല്ലേ. ഇതെങ്ങനെ കൊണ്ടുവരും എന്നുള്ള പ്രശ്നം. നമുക്കിവിടെ ഇപ്പോൾ ഈ ഫെർട്ടിലൈസർ ആണെങ്കിലും ഈ ഓയിൽ പ്രോഡക്ട്സ് ആണെങ്കിലും പെട്രോളിയം പ്രോഡക്ട്സ് ആണെങ്കിലും നമുക്കത് കൊണ്ടുവന്നല്ലേ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുരുതരമായ ഒരു വിഷയമുണ്ട്. ആ ലഭ്യതയില്ലായ്മയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറച്ച് നമുക്കും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്. അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്. അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.